ഹലോ ഗായ്സ്, വർഷത്തിലൊരിക്കൽ മാത്രം ശിവരാത്രിക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന കണ്ണിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വരുന്ന വഴിക്ക് നമ്മളൊരു മല കണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഈ മലയിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നതെന്ന്. ആദ്യം എൻട്രൻസ് കയറി വരുമ്പോഴേക്കും സൈഡിൽ പാസ് എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മൾ പാസ് എടുത്തു. സ്റ്റാർട്ടിങ് തൊട്ട് നല്ല കയറ്റമായിരുന്നു. നല്ല ഉയർന്ന മരങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടുമുറ്റത്ത് അവർ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഡൗൺ ആയി കാശ് പേ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പിന്നെ അയച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആ വീട്ടിലെ ചേച്ചി നമുക്ക് ഫ്രൂട്ട്സ് തന്നു വിട്ടു. വീടിൻ്റെ അടുത്തൊരു ആമ്പൽക്കുളമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ നടന്നത്. രാവിലെ കയറി ഇറങ്ങിയതിൽ ഒരാളുടെ കയ്യിൽ ഞാൻ ചൊടക്ക് കണ്ടായിരുന്നു. അതെവിടെ നിന്ന് കിട്ടിയതാ എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി എനിക്ക് കുറച്ചെടുത്ത് തന്നു. പിന്നെ അതും പിടിച്ചാണ് ഞാൻ നടന്നത്. മൊത്തത്തിൽ 3 കിലോമീറ്റർ ഒരു സൈഡ് ട്രെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മലമുകളിലുള്ള ഈ അമ്പലത്തിലെത്താൻ. പോകുന്ന വഴി നല്ല കാടും കാഴ്ചകളും മലകളും ഒക്കെ കണ്ട് നടക്കാൻ പറ്റും. മൊത്തത്തിൽ 3 കിലോമീറ്ററേ ഉള്ളൂവെങ്കിലും ആ 3 കിലോമീറ്ററും കുത്തനെയുള്ള കയറ്റമാണ്. ഇടയ്ക്കൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ നെയ്യാറിൻ്റെ വ്യൂ ഒക്കെ കണ്ടായിരുന്നു. മേലെ എത്തിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെയും കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്. ഈ കുടിവെള്ളമൊക്കെ നല്ല കഷ്ടപ്പെട്ട് പിടിച്ച് തിളപ്പിച്ചാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത്. പകുതി വഴി എത്തിയതിൻ്റെ സൈനാണ് ഇത്. കൈക്കുഞ്ഞിനെ കൊണ്ട് കയറുന്ന അമ്മ മുതൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും മല കയറുന്നത് ഞാൻ കണ്ടു. ആനയും പന്നിയും പോത്തുമൊക്കെ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു കാട്ടിക്കൂടെയുള്ള യാത്രയായിരുന്നു. പോകുന്ന വഴിയെയും കാഴ്ചകളെയും പറ്റി ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കിത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. വരുന്നവർക്കൊക്കെ കഞ്ഞി ഉണ്ടാക്കി ഇവിടെയുള്ള അന്തേവാസികളും ഉണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് കയറിയിട്ട് ഇല കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ താഴെ പുല്ലിലിരുന്ന് കഞ്ഞി കുടിക്കാൻ വേറൊരു ഫീൽ തന്നെയായിരുന്നു. ഇവിടെ കുറേ പേർ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ നമ്മൾ കഴിച്ചു. ഇതാണ് മലമുകളിലെ ക്ഷേത്രം. ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഞാൻ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. ഇവിടുന്ന് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ നല്ല അടിപൊളി വ്യൂ കാണായിരുന്നു. പിന്നെ അവിടെ വിശ്രമിക്കാൻ കെട്ടിയിരുന്ന ഷെഡിൽ കുറച്ചു നേരം കിടന്നിട്ട് നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങി. ഇവിടുത്തെ അന്തേവാസികളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. വഴിയിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചത് തൊട്ട് മലമുകളിൽ കഞ്ഞി ഉണ്ടാക്കിയതുവരെ. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. നമ്മൾ നടന്നു പോകുമ്പോഴും കഞ്ഞിക്കുള്ള അരി അവർ ചുമന്നെത്തിക്കുന്നുണ്ടായിരുന്നു.